എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, അതുമായി ബന്ധപ്പെട്ടും ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം നാളെ ജൂൺ മാസം 21 പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു 5 മണി 6 മണിക്കൊക്കെ ആയപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏതാണ്ട് ആ ഒരു രീതിയിലൊക്കെ തന്നെയായിരിക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രസിദ്ധീകരിച്ചാലും നേരത്തെ പ്രസിദ്ധീകരിച്ചാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അത് പ്രീമിയർ വീഡിയോ പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാൽ നിങ്ങൾക്കത് തൃപ്തിയുള്ള സീറ്റായിരിക്കാം, നിങ്ങൾക്ക് തൃപ്തി ഇല്ലാത്തതായിരിക്കാം. പക്ഷെ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ഏതാണ്ട് 1200 രൂപയാണ് വരുന്നത്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തവർ മാൻഡറ്ററി ഫീ, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഇല്ല, ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തവർ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിലോ മൂന്നാം അലോട്ട്മെൻറ്റിലോ ആദ്യമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. യൂണിവേഴ്സിറ്റി ഡയറക്റ്റായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ നൽകും. എന്നാൽ രണ്ടാം അലോട്ട്മെൻറ്റിലോ മൂന്നാം അലോട്ട്മെൻറ്റിലോ ആദ്യമായിട്ടാണ് സീറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി ആദ്യം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഫീ അടച്ചാൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഫീ അലോട്ട്മെൻറ്റ് മെമ്മോ നൽകുക. കോളേജ് ജോയിനിങ്, ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങൾ ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യണം. ശേഷം രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് മെമ്മോ നൽകുന്നത്. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഫീസ് അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, എന്താണെങ്കിലും വാട്ടെവർ നിങ്ങൾ ആ ഫീ അടയ്ക്കണം. അഥവാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജല്ല, ഇഷ്ടമില്ലാത്ത കോഴ്സല്ലേ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്നുള്ളത് മാത്രമല്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഒരു കാരണവശാലും നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഫീ കൃത്യമായി അടയ്ക്കണമെന്ന് പറഞ്ഞത്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ്. ഇപ്പം നിങ്ങൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു, രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതേ ഓപ്ഷൻ ലഭിക്കാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ലഭിക്കാം. അങ്ങനെ വരുമ്പോൾ ഹയർ ഓപ്ഷൻ ലഭിക്കാം. അന്നേരം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്തോണ്ട് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. എന്നാൽ രണ്ടാം അലോട്ട്മെൻറ്റിലോ മൂന്നാം അലോട്ട്മെൻറ്റിലോ ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയില്ല. ആദ്യം യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസ് അടയ്ക്കുക. ശേഷം എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും കോളേജുകളിൽ പോയി ഹാജരാകുകയും ചെയ്യേണ്ടതാണ്. ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ലഭിച്ച, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 20 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 20 ഓപ്ഷൻ വരെ പരമാവധി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 20 ഓപ്ഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചതെന്ന് വിചാരിച്ചോ. 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി 6 മുതൽ 20 വരെയുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. 5ാമത്തെ ഓപ്ഷൻ 20 ഓപ്ഷൻ വെച്ചു,
അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി എന്താവും, ഡീആക്ടിവേറ്റ് ആയി പോകും. നിങ്ങൾക്ക് പിന്നീട് ഇത് ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ അതിന് താഴേക്കുള്ള മുഴുവൻ ഓപ്ഷനുകൾ എന്ത് ചെയ്തു, ക്യാൻസലായി പോയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. പിന്നെയുള്ളത് ബാക്കി 4 ഓപ്ഷനാണ്, 5 ഓപ്ഷനാണ് ഇപ്പം ലഭിച്ച അഞ്ചാമത്തെയും പിന്നെ 4, 3, 2, 1 ഓപ്ഷനുകൾ. അങ്ങനെ ഇപ്പോൾ ലഭിച്ച അഞ്ചാമത്തെയും പിന്നെ 4, 3, 2, 1 ഓപ്ഷനുകളുമാണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ, അതിപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു 20 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. നിങ്ങൾക്ക് ലഭിച്ച അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ആ അഞ്ചാമത്തെ ഓപ്ഷൻ മതി, ഇനി എനിക്ക് ബാക്കിയുള്ള 4 ഓപ്ഷനുകളിൽ ഒന്നുപോലും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കാണണം. അല്ലാത്ത പക്ഷം എന്ത് പറ്റും, നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു, അത് മതിയെങ്കിൽ നിങ്ങൾ ബാക്കി 4 എണ്ണം ക്യാൻസൽ ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ കിട്ടുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ മതിയായിരുന്നു, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ബാക്കിയുള്ള 4 എണ്ണം ക്യാൻസൽ ചെയ്തില്ല. അന്നേരം എന്ത് പറ്റും, ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ ആക്റ്റീവായിട്ട് അവിടെ ഇരിക്കും. അടുത്ത അലോട്ട്മെൻറ്റായിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടും. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ മതിയായിരുന്നു, അടുത്ത അലോട്ട്മെൻറ്റിൽ 4-മത്തെയോ 3-മത്തെയോ 2-മത്തെയോ 1-മത്തേലേക്കോ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ 2-ാം അലോട്ട്മെൻറ്റിൽ ലഭിച്ചാൽ നിർബന്ധമായും പുതിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ പ്രവേശനം മാറേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോർ ദ ഗരി ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.